എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്ടറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഏറെ നാളുകളായി ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്ന ഒരാരോപണമാണ് ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും വ്യക്തമായ ഒരു മറുപടി കിട്ടുന്നില്ല. ഇലക്ഷനിൽ ഒത്തിരി തിരിമറികൾ നടന്നു. പല സ്റ്റേറ്റ്സിലും അതിൻ്റെ തെളിവുകൾ ശേഖരിച്ചു. പ്രതിപക്ഷ നേതാവ് ഈ തെളിവുകൾ നിരത്താൻ ശ്രമിക്കുന്നെങ്കിലും അതിന് ഒരു വ്യക്തമായ മറുപടി ഇലക്ഷൻ കമ്മീഷണർ കൊടുക്കുന്നില്ല. ഇതുവരെയായി ഈ മൗനത്തിൻ്റെ പിന്നിൽ എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം ഇന്ത്യയിലെ കോടാനുകൂടി ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഒരിക്കലും ഒരു ഇലക്ഷൻ കമ്മീഷണർ മറ്റൊരു പാർട്ടിക്കാരുടെ ചട്ടകമായി മാറരുത്. അത് ജനവിശ്വാസത്തെ ആകെ തകിടം മറിക്കുന്നൊരു വ്യവസ്ഥയായി മാറും. എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് തുറന്ന മറുപടി കൊടുക്കേണ്ടതാണ്. അതാണ് ഇലക്ഷൻ കമ്മീഷണർ കാണിക്കേണ്ട ധാർമ്മികത. പ്രതിപക്ഷ നേതാവ് എപ്പോഴും ഈ ആരോപണവുമായി പാർലമെൻറ്റിൽ വരുന്നുണ്ട്. എന്തുകൊണ്ട് പ്രധാനമന്ത്രി അതിലിടപെടുന്നില്ല? പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ചെങ്കിലും അല്ലെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ നിർദ്ദേശമനുസരിച്ചെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. ഇതുവരെയായി അങ്ങനെയുള്ളൊരു പ്രഖ്യാപനമോ ഒരു കമ്മീഷൻ്റെ മറുപടികളോ ഇതുവരെയും ലഭ്യമല്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ആകാൻ പാടില്ല. ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ അഭിപ്രായം അറിയിക്കലാണ് ബാലറ്റ് പേപ്പറിലൂടെ. അതിൽ തിരിമറി നടന്നു എന്നാണ് ആരോപിക്കുന്നെങ്കിൽ അത് ശരിയോ തെറ്റാണോ എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷനുടെ ചുമതലയാണ്, കടമയാണ്. അവിടെ പല സമയത്തും ഇലക്ഷൻ കമ്മീഷണർ വളരെ മൗനിയായി പോകുന്നു. എന്താണ് ഇതിൻ്റെ ചേതോവികാരമെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് കഴിയുന്നതും വേഗം ഈ ഒരു സംശയം ദൂരീകരിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. ഒരു ഇലക്ഷൻ കമ്മീഷൻ്റെ പവർ എന്താണെന്ന് ഇലക്ഷൻ കമ്മീഷണർ സ്വയം അറിഞ്ഞിരിക്കണം. അദ്ദേഹത്തിൻ്റെ അധികാരപരിധി, അദ്ദേഹത്തിൻ്റെ പൊസിഷൻ, അതിനെക്കുറിച്ച് വലിയ ബോധ്യം ഉള്ള ഒരു കമ്മീഷനാണെന്ന് നമുക്ക് പറയാൻ വയ്യാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ. കാരണം പ്രതിപക്ഷ നേതാവ് എടുത്ത ആരോപണങ്ങൾ സത്യസന്ധമായി അതിന് മറുപടി കൊടുക്കുകയും തെളിവുകൾ സഹിതം അത് കൊടുത്ത് ആ ആരോപണങ്ങളുടെ മുന ഒടിക്കേണ്ടത് കമ്മീഷൻ്റെ ആവശ്യമാണ്. പക്ഷേ കമ്മീഷൻ വിധമായ യാതൊരു തീരുമാനങ്ങളും എടുക്കുന്നില്ല. കമ്മീഷൻ കുറച്ച ഒരു തീരുമാനവും ഇല്ലതാനും. അതുകൊണ്ട് എത്രയും വേഗം ഇലക്ഷൻ കമ്മീഷണർ മുന്നോട്ട് വരിക. ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് റെക്കോർഡിക്കലായിട്ട് മറുപടി കൊടുത്തിരിക്കണം. അത് കൊടുത്തില്ലെങ്കിൽ അത് ഈ കമ്മീഷൻ്റെ അവരുടെ ആ പ്രവർത്തനത്തെ തന്നെ വല്ലാത്ത രീതിയിൽ എത്തിപ്പെടും. ജനങ്ങളിൽ സംശയത്തിൻ്റെ നാമ്പുകൾ മുളയ്ക്കും. സോ ഇലക്ഷനിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെന്ന് ഒരു ഭാഗം
വാദിക്കുമ്പോൾ അതിലപാകതയില്ല, സത്യസന്ധമായ ഇലക്ഷനായിരുന്നു. അത് തെളിവ് സഹിതം ജനങ്ങളുടെ മുന്നിൽ നിരത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷനുടെ ധാർമ്മികതയാണ്, അദ്ദേഹത്തിൻ്റെ കടമയാണ്. എന്നാൽ നാളിതുവരെ അങ്ങനെയുള്ള യാതൊരു പ്രതികരണമോ അതിനുവേണ്ട ഒരു മറുപടിയോ ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നില്ല. ഇതിൽ നിന്ന് ജനം മനസ്സിലാക്കുന്നത് എന്തോ ദുരൂഹത അതിൻ്റെ പിന്നിൽ ഉണ്ട്. ദുരൂഹത ഇല്ലെങ്കിൽ എന്തുകൊണ്ട് മുന്നിൽ വന്ന് അതിൻ്റെ മറുപടി കൊടുക്കുന്നില്ല? സോ ഇത് ഒരു ജനങ്ങളുടെ വിശ്വാസത്തെ തകർക്കുന്ന ഒരു നിലപാടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ സ്വീകരിച്ചു പോരുന്നത്. സോ ഇതിന് പ്രധാനമന്ത്രിയും ഇടപെടണം, പ്രസിഡൻ്റ് ഇടപെടണം. ഇതിന് മാന്യമായ മറുപടി ഇലക്ഷൻ കമ്മീഷൻ കൊണ്ട് കൊടുക്കേണ്ടത് പ്രധാനമന്ത്രിയുടെയും കടമയാണ്. കഴിവുള്ളൊരു മനുഷ്യനാണ് പ്രധാനമന്ത്രി, ഒക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ്. കാരണം ഇതൊരു ഇലക്ഷന് ജനങ്ങളുടെ വോട്ടിനെ തെറ്റായ രീതിയിൽ പെരുപ്പിച്ച് കാണിച്ച് ഭരണം കൈയാളുന്ന ഒരു ഗവൺമെൻറ്റായിട്ടാണ് ഇപ്പോൾ BJP കാണുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം. അത് ശരിയാണോ തെറ്റാണോന്ന് അത് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണ്. അദ്ദേഹവും മൗനമാണ് ഈ ആരോപണത്തിൻ്റെ മുന്നിൽ. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷനും പ്രധാനമന്ത്രിയൊക്കെ ഇതിന് ശരിയായ രീതിയിലുള്ളൊരു മറുപടി കൊടുത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണത്തെ ജനം തള്ളിക്കളയുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ വ്യക്തത വരുത്തേണ്ടതാണ്. ഇനിയും പ്രതിപക്ഷ നേതാവ് എപ്പോഴും ഈ ആരോപണവുമായി നടക്കാതിരിക്കാനുള്ള ശ്രമം നടത്തേണ്ടത് പ്രധാനമന്ത്രിയും ഇലക്ഷൻ കമ്മീഷനുമാണ്. ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്ന, ജനങ്ങളുടെ വിശ്വാസത്തെ തകർക്കുന്ന ഈ സംവിധാനത്തിനുള്ളൊരു മറുപടി ഉടൻ തന്നെ കിട്ടുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.